വെൽക്കം ബാക്ക് ടു സുഭാവ വ്ളോഗ്സ്. നമ്മൾ ആലപ്പുഴ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പം എല്ലാവരും ഈ അണിഞ്ഞൊരയിൽ നിൽക്കുന്നത് വസുവിൻ്റെ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള സ്കൂൾ ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകാനായിട്ടാണ്. അപ്പോൾ നമ്മളായിരുന്നു തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് പർച്ചേസിങ് നടത്തുന്നത്. ഓൾമോസ്റ്റ് എല്ലാ പാരൻസും നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടാവണം. നമ്മൾ പിന്നെ ഇവിടെ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് വസുവിനെ കൊണ്ടുപോയി വസുവിൻ്റെ ഇഷ്ടത്തിന് അച്ഛന് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. 6 മണി ആയിട്ടുണ്ട്. നല്ല പെരുമഴയും ഉണ്ട്. പെരുമഴ തുടങ്ങിയിട്ട് കുറേ നേരം ആയിട്ടുണ്ട്. പക്ഷേ 6 മണിയായിട്ടും മഴയ്ക്കൊരു ശമനവുമില്ല. അപ്പോൾ നമ്മൾ മഴ തോരട്ടെ എന്ന് പറഞ്ഞ് നോക്കി നിന്നാൽ നടക്കില്ല. നമ്മൾ വിചാരിച്ചു പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ നടക്കില്ല, വീണ്ടും അങ്ങ് ലാഗ് ചെയ്ത് പോവുകയുള്ളൂ. സോ നമ്മളെല്ലാവരും കൂടി മുല്ലയ്ക്ക് പോയി വാങ്ങാമെന്ന് വിചാരിച്ചു. മുല്ലയ്ക്ക് ഒരുപാട് കടകളുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വസുവിന് നമ്മൾ ചെല്ലമ്മാട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ട്രിവാൻഡ്രത്തുനിന്ന്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ 5 വസുവിനെ കൂട്ടി 5 പേരും കൂടിയിട്ടാണ് കേട്ടോ ഈ കെട്ടി ഒരുങ്ങി പോകുന്നത്. നമ്മൾ ആദ്യം ഒരു ഷോപ്പിൽ വന്നു. ഞാൻ ഫസ്റ്റ് നോക്കിയത് ലഞ്ച് ബോക്സാണ്. അപ്പോൾ വസുവിന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് ഇങ്ങനെ 4 സൈഡിലും ക്ലിപ്പുള്ള ലഞ്ച് ബോക്സ്. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം അതിനകത്ത് ഒരു കമ്പാർട്ട്മെൻറ്റ് കൂടി വന്നാൽ കൊള്ളാമെന്ന് തോന്നി. പക്ഷേ അതിനകത്ത് കറി ഒഴിച്ചു കഴിഞ്ഞാൽ ലീക്കാവും എന്നെനിക്ക് സംശയം. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെ മാറ്റിയിട്ട് അല്ലാണ്ട് ബോക്സ് ഉള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു. വസുവിന് എപ്പോഴും കറി മസ്റ്റാണ്, മീൻസ് ഒഴിച്ച് കറി വസുവിന് അത് മസ്റ്റാണ്, അത് വേണം. അപ്പം ഇത് മാത്രമായിട്ടാണെങ്കിൽ അത് പോകുമോ ഇല്ലയെന്ന് എനിക്കൊരു ഡൗട്ട്. ഇനി കൊണ്ടുപോയി മറിഞ്ഞുപോയ കുട്ടി അത് കൊണ്ട് ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തത് വേണ്ട, എക്സ്ട്രാ ഒരു കറി എടുക്കാൻ പാകത്തിനൊരു പാത്രമുള്ളൊരു ലഞ്ച് ബോക്സ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവർക്ക് പൗച്ച് വേണം. 2 പൗച്ചാണ് വേണ്ടത്. ഒന്ന് സ്കൂളിൽ ക്രയോൺസൊക്കെ വെക്കാനും ഒരെണ്ണം വേണം, അല്ലാണ്ട് പിന്നെ നമുക്ക് ഡെയിലി കൊടുത്തു വിടാനും വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഡെയിലി കൊണ്ടുവരില്ലായിരുന്നു. അവിടെ തന്നെയാണ് അവർ പെൻസിലും റേസറും സ്കെയിലും ഷാർപ്നറും എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്, ക്രയോൺസ് ഉൾപ്പെടെ. ഇപ്രാവശ്യം 2 പൗച്ച്, ഒന്ന് നമുക്ക് ഡെയിലി കൊണ്ടുവരാനും പിന്നെ ഒന്ന് അവിടേക്ക് വെക്കാനും കൂടെ വേണ്ടിയിട്ട്. അപ്പോൾ വസു ഇവിടെ കയറിയതല്ലേ, വസു ഇഷ്ടംപോലെ സാധനമുണ്ട്. എവിടെ നിന്ന് എങ്ങനെ എടുത്ത് തുടങ്ങണം എന്ന് അറിയാൻ വയ്യാതെ വസു കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ്. പിന്നെ നമ്മളിത് ഈ കാണുന്ന വാട്ടർ ബോട്ടിൽ എടുത്തു കേട്ടോ, ആ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്നത് ഈ വാട്ടർ ബോട്ടിൽ. അപ്പോൾ ഇതെടുത്തിട്ട് വസുവിന് അത് പിടിച്ചില്ല. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇതിനകത്ത് വെള്ളം മതിയാവുമോ എന്ന് ഒരു ഡൗട്ട് തോന്നുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് കൊണ്ടുപോകണം, വെള്ളം ഫുള്ള് കുടിക്കുമെന്ന് അറിയില്ലല്ലോ. അത്യാവശ്യം അതിന് വലിപ്പമുണ്ട്, എന്നാൽ എനിക്കിവന് മതിയാവോ എന്നൊരു ടെൻഷൻ. അങ്ങനെ നിന്നപ്പോൾ വസുവാണെങ്കിൽ ഒറ്റ കരച്ചിൽ, അവനത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അവൻ്റെ അടുത്ത് ചോദിക്കണമല്ലോ, അവനെയും കൊണ്ട് പിന്നെ നമ്മൾ വന്നത് അതിന് വേണ്ടിയിട്ടാണല്ലോ. പിന്നെ ഞാൻ വേറെ ബോട്ടിലൊക്കെ നോക്കി. വേറെ ബോട്ടിൽ നോക്കിയപ്പം എൻ്റെ മനസ്സിന് പിടിച്ച ബോട്ടിൽ ഇല്ല. പിന്നെ ഞാൻ എടുത്തത് കൊള്ളാമായിരുന്നു, പക്ഷേ പിന്നെ ഇവൻ കിടന്ന് ഭയങ്കര കരച്ചിൽ. പിന്നെ ഞാൻ സ്ട്രോ ഉള്ളതാണ് കേട്ടോ എടുത്തത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇവൻ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കുടിക്കുന്ന വഴിക്ക് ഇത് കമന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. വസുവിനാണെങ്കിൽ സ്ട്രോ വേണ്ട, അവനിങ്ങനെ ഒഴിച്ചു കുടിച്ചു കഴിഞ്ഞാൽ ഈ ഷർട്ടിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്നാമത് മഴ സീസണാണ്, പിന്നെ നനഞ്ഞു കുട്ടിയിരിക്കണം. ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കും കേട്ടോ. എല്ലാവരും ഇങ്ങനെ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ അവൻ്റെ ഭാഗത്തുനിന്നും കൂടെ ചിന്തിച്ചിട്ടാണ് ഓരോ സാധനങ്ങളും പെറുക്കിയെടുക്കുന്നത്. പക്ഷെ അവനങ്ങനെയല്ല, അവൻ ഭംഗി കണ്ടിട്ടാണ് ഓരോന്നെടുക്കുന്നത്. സ്ട്രോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പൊക്കി കുടിച്ചോളാം എന്ന് പറയുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞാൻ എടുത്തില്ല, എൻ്റെ മനസ്സിന് പിടിക്കാത്തതുകൊണ്ട്. പിന്നെ എന്തോരം ഐറ്റംസ് ആണല്ലോ. ഇത് പൗച്ചാണെന്ന് തോന്നുന്നു, ഇങ്ങനെ പുഴു പോലെ ഇരിക്കുന്ന പൗച്ച്. ഇതിനെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, അതിൻ്റെ ഹൈറ്റ് കുറയ്ക്കാനും കൂട്ടാനും പറ്റും, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ വളരെ ഓപ്ഷൻസ് കുറവായിരുന്നു. ഇപ്പം എന്തോരം ഐറ്റംസ് ആണല്ലേ ഉള്ളത്. കുട്ടികൾക്കൊക്കെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര ഭാഗ്യമാണ്, എല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും ആളുകൾ അല്ലേ. പിന്നെന്താ ഉള്ളത്, പിന്നെ അവിടെ നിന്ന് നമ്മൾ ലഞ്ച് ബോക്സ് എടുത്തില്ല, പൗച്ച് എടുത്തു. പിന്നെ വേറെ 1-2 സാധനങ്ങളും കൂടി അവിടെ നിന്ന് എടുത്തു. പിന്നെ ഇവിടെ റെയിൻ കോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഇത് അതിൻ്റെ തന്നെ ഇപ്പുറത്തുള്ള ഷോപ്പാണ്. പിന്നെ റെയിൻ കോട്ട് വസുവിൻ്റെ റെയിൻ കോട്ട് നമ്മളൊരു 2 വർഷം മേലെയായി ഉപയോഗിക്കും. ബസ് അംഗനവാടി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള റെയിൻ കോട്ടാണ്. അപ്പോൾ നമ്മൾ അത് കീറിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മാറ്റാം. അതിന് എന്തായാലും മഴയായിരിക്കും വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ. അപ്പോൾ പിന്നെ റെയിൻ കോട്ട് മസ്റ്റാണല്ലോ, കീറിയത് കുറച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാറ്റാമെന്ന് വെച്ച് റെയിൻ കോട്ട് കൂടി വാങ്ങിച്ചു. ശരിക്കും നമുക്ക് ഈ ബാഗിൻ്റെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല, മീൻസ് വാങ്ങണം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം വസുവിന് ബാഗ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ബാഗ് ഇരിക്കുന്ന കണ്ടപ്പോൾ ആളുടെ ഭാവം മാറി. അങ്ങനെ ബാഗ് വാങ്ങാനായിട്ട് ഇതായി കയറിക്കൊണ്ടിരിക്കണം. ഇവിടെ അപ്പോൾ അവർ പറഞ്ഞ മുകളിലാണ് ബാഗിൻ്റെ കളക്ഷൻ ഉള്ളത്. അവിടെ കൊണ്ട് കയറിയതും വസുവിന് എവിടെ നിന്ന് എടുക്കണം എന്ന് അറിഞ്ഞൂടെ ഇഷ്ടം പോലെ വെറൈറ്റി ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ.
വാസുവിൻ്റെ എപ്പോഴും ഓൾ ടൈം ഫേവറേറ്റ് ആണ് അവഞ്ചേഴ്സ്, ഹൾക്ക്, സൂപ്പർമാൻ, സ്പൈഡർമാൻ ഇതൊക്കെ വേണമെന്നായിരുന്നു. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടത് ഈ ക്യാപ്റ്റൻ അമേരിക്കയുടെ ബാഗൊക്കെ കൊള്ളാം, ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ്. പക്ഷേ എനിക്ക് അവനത് വെയിറ്റ് ആകുമോ, ഇപ്രാവശ്യം കുറച്ചും കൂടി ബുക്സ് എണ്ണം കൂടുതലുള്ളതിനെ കൊണ്ട് അത് വെയിറ്റ് ആവുമോ, ബാഗിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമല്ലോ, ബാഗിൻ്റെ വെയിറ്റും ബുക്കിൻ്റെ വെയിറ്റും എല്ലാം കൂടി അവനൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ അവന് കാണുമ്പം ഇഷ്ടമുള്ളത്, മീൻസ് കണ്ട നല്ല ഉള്ളതായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഓരോന്ന് പെറുക്കി പെറുക്കി എടുക്കുന്നത്. അപ്പം ഞാനും അച്ഛനെ ഓരോ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അവൻ മാറുന്ന അവൻ്റെ അഭിപ്രായത്തിൽ അത് വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞ് അവനും പറയുന്നുണ്ട്. അങ്ങനെ ഒരുവിധം അടി ഇടി ബഹളം വെച്ചിട്ടാണ് ഇവിടുന്ന് നമ്മൾ ബാഗ് എടുക്കുന്നത്. സൂപ്പർ ബാഗ്, അത് വേണ്ട, ഇത് വേണ്ടല്ല, ലഞ്ച് ബോക്സ് വേണ്ടല്ലോ. അങ്ങനെ ബാഗും റെയിൻകോട്ടും കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി അടുത്ത മേടിക്കാനുള്ളത് ലഞ്ച് ബോക്സ്. ഇതുവരെ സെറ്റ് ആയിട്ടില്ല. അപ്പോൾ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും. സ്നാക്സ് ബോക്സ് നേരത്തെ കടയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും ഒരുപാട് വെറൈറ്റി വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുന്നത്. അല്ലെങ്കിൽ ഒരു രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ബെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ എടുക്കും. ഇത് ഇഷ്ടം പോലെ കളക്ഷനാണുള്ളത്, എല്ലാ കടയിലും ഉണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിന് പിടിക്കുന്ന ഒന്നെങ്കിൽ സ്ട്രോയുടെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവന് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ലഞ്ച് ബോക്സ് ആണെങ്കിൽ ഇവനെ കൊണ്ട് ഞാൻ തുറന്ന് നോക്കിച്ചൊക്കെയിട്ടാണ് എടുത്തത്. അല്ല അവിടെ എന്തായാലും ആൻറ്റി ഉണ്ട് തുറന്നു കൊടുക്കാൻ. എന്നാലും എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ലഞ്ച് ബോക്സും കിട്ടി, വാട്ടർ ബോട്ടിലും കിട്ടി. അതിനെല്ലാം നമ്മൾ പേരെഴുതിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ അക്രി പിക്രി സാധനങ്ങൾ മേടിക്കുന്നത് കേട്ടോ. ഈ ആൽത്തറയിൽ നിന്ന് വന്നിട്ട് മുല്ലക്കൽ ആൽത്തറയിൽ നല്ല ക്ലോക്ക്, വാച്ച്, സ്പ്രേ ഇതുപോലെയുള്ള കുഞ്ഞു ഡോക്കിൽ സാധനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ അവിടെ വന്ന് വസുവിൻ്റെ വാച്ച് സ്കൂളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വാച്ച് വന്നായിരുന്നു. അങ്ങനെ നമ്മൾ വാച്ച് മേടിച്ചു. പിന്നെ ഏട്ടനും ഒരു വാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെറുക്കിയതേ നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. അങ്ങനെ പോകും വഴിയാണ് ഓർത്തത് വസുവിൻ്റെ ബുക്സിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിച്ചിട്ടില്ല എന്ന്. കഴിഞ്ഞ പ്രാവശ്യം 4 ബുക്സാണ് വേണ്ടിയിരുന്നത്. ഇപ്രാവശ്യം 8 ബുക്ക് വേണം. ചെക്ക് ബുക്കായിട്ടും 2 ലൈനും 4 ലൈനും പിന്നെ 1 ലൈൻ TP അതും ഇതൊക്കെ ആയിട്ടുള്ള അങ്ങനെ 8 ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ടു. അതും വാങ്ങിച്ചു. ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു. വീഡിയോ അല്ല, സ്കൂൾ പർച്ചേസിങ് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു മോനെയും കൊണ്ടുപോയൊരു എക്സ്പീരിയൻസ്? കോസ്റ്റ്ലി. സത്യം പറഞ്ഞാൽ പിള്ളേരെ നമ്മൾ കൊണ്ടുപോകുന്നത് അവരുടെ ഇഷ്ടത്തിന് എടുക്കാമെന്ന് വിചാരിക്കും. പക്ഷെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ പറയുന്ന സാധനം അത് എത്ര വിലയാണെന്ന് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്ന നിർവാഹം ഉണ്ടാവില്ല. പിന്നെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ആവശ്യമുള്ള ഒരു സാധനം മാത്രമേ എടുക്കുള്ളൂ. ഈ പിള്ളേർ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടാത്ത സാധനങ്ങൾ കൂടി എടുക്കാനുള്ള ഒരു ടെൻഡൻസി വരും. ഒരുവിധം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പറയും. നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു എത്ര മണി എപ്പോഴാണ് പോയത്? 6 മണി സമയത്താണ് തോന്നുന്നു അല്ലേ? 6 മണി സമയത്ത് എന്താണ് നമ്മൾ പോയത്? ഇപ്പോൾ 9 മണിയിട്ടുണ്ട്. അപ്പോൾ 3 മണിക്കൂർ നീണ്ട ഷോപ്പിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. കുട്ടിക്ക് ഒരു സന്തോഷം. പിന്നെ നമുക്കൊരു നൊസ്റ്റും ഉണ്ട് വന്നേട്ടാ സ്കൂൾ ഷോപ്പിങ്ങിന്. എനിക്ക് വന്നേട്ടാ ഇങ്ങനെ സ്കൂൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നതും. പണ്ട് ഞാൻ ഒന്നും പറഞ്ഞു വിവാദത്തിലേക്ക് പോകും. വേണ്ട ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വരില്ല, അയ്യോ സ്കൂളിൽ പോയിരുന്നെങ്കിൽ ആ ഒരു കാലഘട്ടം എന്ത് രസമാണല്ലേ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഉണ്ടാവും ഇതുപോലെ നൊസ്റ്റാൾജിക് മൊമെന്റ്സ് അല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ശുഭ വ്ലോഗ്സ്.